എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. 2025 ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാനിടയുള്ള സാമാന്യ അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ചിത്തിര നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ ഫലം നോക്കാം. അതായത് ജനുവരി മാസം മുതൽ ഡിസംബർ വരെയുള്ള ഫലങ്ങൾ നോക്കാം. ചിത്തിര നക്ഷത്രക്കാർ ഉയർച്ചയിൽ വളരെ ആഗ്രഹമുള്ള വ്യക്തിത്വമാണ് അവർക്കുള്ളത്. സാഹസികത്വമൊക്കെ ഉണ്ട്. നല്ല മനക്കരുത്ത് ഉണ്ടായിരിക്കും. പൊതുവെ കാര്യങ്ങൾ ഊഹിച്ചറിയാനുള്ള കഴിവുണ്ടാകും. മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ പെരുമാറാൻ മിടുക്കരാണ്. നല്ല പെരുമാറ്റമായിരിക്കും. അതുപോലെ തന്നെ പെരുമാറ്റത്തിൽ കണിശത പുലർത്തുന്നവരും ആയിരിക്കും. ഓരോരുത്തരോടും ഇവർ വെച്ചിരിക്കുന്ന ഒരു ലിമിറ്റുണ്ട്, അതനുസരിച്ചായിരിക്കും പെരുമാറുന്നത്. എന്നാൽ മനസ്സിൽ ഒരു ദയാവായ്പൊക്കെ കാണിക്കുന്ന ആളുകളുമായിരിക്കും. ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അതിനെ ശാസ്ത്രീയമായിട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രമേ അവർ അതിലേക്ക് ഇറങ്ങുള്ളൂ. അതുപോലെ തന്നെ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് അവരുടേതായ ഒരു കയ്യൊപ്പ് പതിപ്പിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കും. പിന്നെ അവർക്ക് ജനിച്ച വീട് വിട്ട് മാറി താമസിക്കാനുള്ള യോഗമുണ്ട്. മലയാളത്തിൽ സാധാരണ ഒരു ചൊല്ലുണ്ട്, ചിത്തിര പിറന്നാൽ അത്തറ തോണ്ടും എന്ന്. പക്ഷേ അത് മറ്റൊരു തരത്തിലാണ് പലരുടെയും ജീവിതത്തിൽ അനുഭവപ്പെടാറുള്ളത്. അത് ചിത്തിര പിറന്നുകൊണ്ട് ആ വീട് ഇല്ലാതാകുന്നു എന്നുള്ളതല്ല. അവർക്ക് ജനിച്ച വീട്ടിൽ വലിയ ഗുണമൊന്നും ഉണ്ടാകാറില്ല. മറ്റൊരു സ്ഥലത്ത് ചെന്നിട്ട് അവർ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഉയർന്നു വരുന്നത്. അല്ലാതെ ജനിച്ച വീടിന് ഹാനികരമായി മാറും എന്നുള്ള ആ ചിന്ത അബദ്ധമാണ്. അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സാഹചര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ചിത്തിരയ്ക്ക് സ്വന്തം വീട്ടിലേക്കാൾ മെച്ചം കിട്ടുന്നത് മറ്റൊരു സ്ഥലത്ത് ചെന്ന് അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇവർ പരമ്പരാഗതമായ കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് സ്വന്തമായിട്ടുള്ള ഒരു ജീവിത രീതിയിലേക്ക് പോകാൻ ആണ് സാധ്യത ഭൂരിഭാഗം പേരും. കാരണം അവർക്ക് മറ്റുള്ളവരുടെ സ്വത്തുക്കൾ അനുഭവിക്കാനുള്ളൊരു യോഗം കൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ട്. അത് ചിലപ്പം ഭർത്തൃ വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബന്ധുവിൻ്റെ ആയിരിക്കാം. അതൊക്കെ അനുഭവിക്കാനുള്ളൊരു യോഗം സ്വതവേ തന്നെ അവർക്ക് വന്നു ചേരും. ഇവരെ പൊതുവേ ആദർശപരമായിട്ട് ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ പേരും. പിന്നെ സ്വഭാവത്തിൽ നല്ലൊരു മാന്യത പുലർത്തുന്ന ആൾക്കാരുമാണ്. പക്ഷേ അവർക്കൊരു നെഗറ്റീവ് സൈഡ് അനുഭവിക്കേണ്ടി വരുന്നത് അവരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കുകയില്ല എന്നുള്ളതാണ്. പ്രതീക്ഷയ്ക്കൊത്ത ഒരു പങ്കാളി ആയിരിക്കുകയില്ല അവർക്ക് പലപ്പോഴും കിട്ടുന്നത്. എങ്കിലും അത് പുറത്തൊന്നും കാണിക്കാതെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനാണ് കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കുന്നത്. അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ദാമ്പത്യത്തിൻ്റെ കാരകനായ ശുക്രൻ അവരുടെ 8ാം ഭാവാധിപതിയാണ്. 6ാം ഭാവത്തിൻ്റെ ഉച്ചാധിപതിയാണ്. അതുപോലെ തന്നെ ചൊവ്വയാണ് അവരുടെ 7ാം ഭാവാധിപൻ. അപ്പോൾ അത് ആയിരിക്കും. 8ാം ഭാവം എന്ന് പറയുന്നതും ദോഷകരമാണ്. 6ാം ഭാവം എന്ന് പറയുന്നതും ശത്രുത്വത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ അതൃപ്തി ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അവർക്ക് അതൃപ്തി നേരിട്ടുകൊണ്ടിരിക്കും. പക്ഷേ പ്രതിബന്ധങ്ങളെയൊക്കെ തട്ടിമാറ്റി പോകാനുള്ളൊരു ശേഷി അവർക്ക് ഉണ്ട്. പുറമേ വളരെ വിനയത്തോടെ പെരുമാറുമെങ്കിലും ഉള്ളിൽ ആരെയും വകവെച്ച് കൊടുക്കാത്ത ഒരു സ്വഭാവമായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആരെയും അങ്ങനെ അതിര് കടന്ന് വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പൊതു സ്വഭാവം നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അവരുടെ ഈ വർഷത്തെ ഫലം നോക്കുമ്പോൾ ചിത്തിര നക്ഷത്രം 2 രാശികളിലായിട്ടാണ് വരുന്നത്, 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ പകുതി കന്നിക്കൂറിലും രണ്ടാമത്തെ പകുതി തുലാക്കൂറിലുമാണ്. ഇതിൽ കന്നിക്കൂറിൽ ഉൾപ്പെടുന്നവരെ സംബന്ധിച്ച് വർഷാരംഭത്തിൽ ശനി അവരുടെ 6ാം ഭാവത്തിലാണ്. 6ൽ ശനി എന്ന് പറഞ്ഞാൽ വളരെ വിജയം നൽകുന്ന ഒരു ഗ്രഹനിലയാണ്. ഗുണകരമായ ഒരു കാര്യമാണ്. വ്യാപാരത്തിൽ പുരോഗതി, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം, ശത്രുക്കൾ നിഷ്പ്രഭരാകുക തുടങ്ങിയവയാണ് അതിൻ്റെ ഫലം. പിന്നെ പുതിയ വീട് വാങ്ങിക്കാനോ പൂർവിക സ്വത്ത് വിൽക്കുന്നതിലൂടെ ധനം ലഭിക്കാനോ അവർക്ക് യോഗമുണ്ടാകും ശനി 6ൽ നിൽക്കുന്ന സമയത്ത്. ശനി 6ലും വ്യാഴം ഭാഗ്യഭാവമായ 9ലും നിൽക്കുന്നത് കൊണ്ട് കടബാധ്യതകൾ തീർക്കാൻ ഈ കാലം അനുകൂലമാണ്. മാർച്ച് 29 വരെ കടബാധ്യതകൾ തീർക്കാനായിട്ട് അവർക്ക് പല വഴികൾ തെളിഞ്ഞു കിട്ടും. അത് നല്ലതായിട്ട് മനസ്സിലാക്കി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. മാർച്ച് 29 ആകുമ്പോഴത്തേക്കും ശനി മീനൻ രാശിയിലേക്ക് മാറുമ്പോഴത്തേക്കും കണ്ടക ശനി ആരംഭിക്കും. അപ്പോൾ ഈ മാർച്ച് 29 കൃത്യം ഈ അനുഭവം ആരംഭിക്കുകയല്ല ചെയ്യുന്നത്. ഏകദേശം ഫെബ്രുവരി അവസാനം മാർച്ച് തുടക്കമൊക്കെ ആകുമ്പോഴത്തെ തന്നെ കണ്ടകശനിയുടെ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പോൾ അതിനു മുമ്പായിട്ട് കടബാധ്യതകൾ കുറേയെങ്കിലും തീർക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നന്നായിരിക്കും. 7ലാണ് ശനി വരുന്നത്.
മാർച്ച് 29 കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തേക്കാം. പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ പങ്കാളിത്ത ബിസിനസ്സും 7ാം ഭാവം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ശനി 7ലേക്ക് വരുമ്പം പങ്കാളിത്ത ബിസിനസ്സിലും വിഷമതകൾ ഉണ്ടായേക്കാം. പലപ്പോഴും ഉദ്ദേശിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കൂടുതൽ അധ്വാനം ആവശ്യമായിട്ട് വന്നേക്കും. അന്യദേശത്ത് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ തൊഴിൽ പൂർണ്ണമായിട്ടും അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല. ഗൃഹയോഗം, വാഹനയോഗം എന്നിവ ലഭിക്കാനായിട്ട് ഈ വർഷം യോഗമുണ്ട്. ആദ്യം കൂടുതൽ യോഗമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ശനിയുടെ ഈ മാറ്റം പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് ആ യോഗം കുറേയെങ്കിലും വരുന്നത്. പക്ഷേ ഈ വാഹനയോഗം എന്ന് പറഞ്ഞാലും ഗൃഹയോഗം എന്ന് പറഞ്ഞാലും പണം മറ്റൊരു വഴിക്ക് ചിലവഴിക്കും എന്നുള്ളതും അതിൻ്റെ ഒരു ഫലമാണ്. കാരണം പൈസ ചിലവഴിച്ചാലല്ലേ നമുക്ക് വീട് വെക്കാൻ പറ്റുള്ളൂ. പൈസ നന്നായിട്ട് ഇറക്കിയാലേ നമുക്ക് വാഹനം വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ചിലവുകളുണ്ടാകും. പക്ഷേ ഈ യോഗങ്ങൾ നമുക്ക് നേടാനായിട്ട് സാധിക്കും. പിന്നെ 2025 അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് വ്യവസായം നവീകരിക്കാനായിട്ട് തീരുമാനിക്കുന്നതാണ്. ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ സർക്കാർ നിയമങ്ങൾ പാലിക്കുന്നതിലൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കും. വ്യാഴത്തിൻ്റെ സ്ഥിതി നോക്കുമ്പം വർഷാരംഭത്തിൽ വ്യാഴം അവരുടെ 9ാം ഭാവത്തിലാണ്. മെയ് 14 വരെ അവിടെ തുടരും. അപ്പോൾ ഈ മെയ് 14-ാം തീയതി വ്യാഴം 10ലേക്ക് മാറുമ്പം കർമ്മവ്യാഴം എന്നുള്ള അവസ്ഥ ആരംഭിക്കും. കർമ്മഭാവത്തിൽ 10 വ്യാഴം സഞ്ചരിക്കുന്ന സമയം പൂർണ്ണമായിട്ട് ശുഭകരമല്ല. കർമ്മസംബന്ധമായിട്ട് പിരിമുറുക്കം ഉണ്ടാകും. ജോലിസ്ഥലത്തൊക്കെ സംബന്ധിച്ച് ടെൻഷൻ അനുഭവപ്പെടും. സ്ട്രെസ് ഉണ്ടാകും. മേലധികാരിയുടെ അപ്രീതി സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നേക്കും. അതുമൂലം സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ അവിടെ ആ സാഹചര്യം ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ട് ആ കാലം അങ്ങ് കടന്നു പോകും. വ്യാഴം ശുഭഗ്രഹമായതുകൊണ്ട് വിഷ്ണു പ്രതീകമാണല്ലോ വ്യാഴം, ദൈവാധീനത്തിൻ്റെ പ്രതീകമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വ്യാഴം കഠിന ദോഷങ്ങളിലൊന്നും നമ്മളെ വലിച്ചിഴക്കുകയില്ല. പക്ഷേ വ്യാഴം ദുസ്ഥാനങ്ങളിൽ നിൽക്കുമ്പോഴൊക്കെ നമുക്കതിൻ്റെ എഫക്റ്റ് ദൈവാധീന കുറവായിട്ട് അനുഭവപ്പെടും. അതാണ് പ്രത്യേകത. ഇനി തുലാക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാരുണ്ടല്ലോ, അതായത് ചിത്തിര നക്ഷത്രത്തിൻ്റെ 2ാമത്തെ പകുതി തുലാക്കൂറിലാണ് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗുണകരമായ അനുഭവങ്ങൾ ഈ വർഷം ഉണ്ടാകും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വർഷാരംഭത്തിൽ 5ലാണ് ശനി നിൽക്കുന്നത്. ശനി 5 നിൽക്കുമ്പം സന്താനങ്ങൾക്ക് അത്ര ഗുണകരമല്ല. മാർച്ച് മാസം അവസാനമാകുമ്പം ഈ തുലാക്കൂറിൽപ്പെടുന്ന ചിത്തിര നക്ഷത്രക്കാരുടെ 6ാം ഭാവത്തിലേക്ക് ശനി വരും. 6ൽ ശനി എന്ന് പറഞ്ഞാൽ നല്ല ഒരു അനുഭവമാണ് ആ സമയത്ത്. അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ കൃഷിയിൽ നിന്നും നമ്മുടെ വ്യാപാരത്തിൽ നിന്നൊക്കെ ആദായം വർദ്ധിക്കുന്നതാണ്. കടബാധ്യത നല്ല രീതിയിൽ തീർക്കാൻ സാധിക്കും. ഏജൻസി, കമ്മീഷൻ, ഡീലർഷിപ്പ് തുടങ്ങിയ ഇടപാടുകളിൽ നിന്നൊക്കെ ധനലാഭം ഉണ്ടാകും. ശനി തരുന്ന ധനലാഭങ്ങളാണിതൊക്കെ. കുടുംബപരമായിട്ട് വിഭജിച്ച് കിട്ടിയ ഭൂമിയോ വീടോ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. അങ്ങനെയും കടം വീട്ടാൻ സാധിക്കും. കുടുംബപരമായ ചുമതലകൾ ഭംഗിയായിട്ട് നിർവഹിക്കാനും സാധിക്കും. പിന്നെ തൻ്റെ അധീനതയിലുള്ള വസ്തുക്കളിൽ നിന്നും, വാഹനമാകാം, ഫാക്ടറിയാകാം, അല്ലെങ്കിൽ കൃഷിസ്ഥലമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യാപാരങ്ങളോ ഇടപാടുകളോ ഒക്കെ ആകാം, അതിൽ നിന്നൊക്കെ ആദായം ലഭിക്കാൻ തുടങ്ങും. പക്ഷേ ഈ വർഷത്തിൻ്റെ പകുതി കഴിയുമ്പോഴത്തേക്കും അഷ്ടമ വ്യാഴം അനുഭവിക്കുന്നത് കൊണ്ട് വർഷത്തിൻ്റെ പകുതി കഴിയുമ്പോഴല്ല, വർഷത്തിൻ്റെ പകുതി വരെ അഷ്ടമ വ്യാഴം അനുഭവിക്കും. ആ സമയത്ത് കുറച്ച് ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷേ വർഷമധ്യത്തിന് ശേഷം, അതായത് മെയ് 14 കഴിയുമ്പോഴത്തേക്കും വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറും. അപ്പോഴവർക്ക് 9ൽ വ്യാഴം വരുന്നതിൻ്റെ ഗുണങ്ങൾ ലഭിച്ചു തുടങ്ങും. അപ്പോൾ 6ൽ ശനിയും 9ൽ വ്യാഴവുമാണ് ഈ തുലാക്കൂറിൽപ്പെടുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനും കൃഷിയും വ്യാപാരവും ബിസിനസ്സുകൾ, എല്ലാ തരത്തിലുള്ള ഇടപാടുകളും സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ചും അവർക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷേ അന്നേരം ഒരു പ്രത്യേകതയുള്ളത്, ശനിയെക്കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് എന്താണ്, ചില നെഗറ്റീവ് സൈഡും ഉണ്ട്. പണം കൂടുതലായിട്ട് ചിലവഴിക്കും, ആഡംബരങ്ങൾ വർദ്ധിക്കും, ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം കൂടുതൽ ചിലവഴിക്കും. പക്ഷേ വ്യാഴം 9ൽ നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ, ലോട്ടറി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാം. കൃഷി, കച്ചവടം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആദായം ലഭിക്കുന്നതാണ്. മാർച്ച് ഒടുവിലെ ശനിമാറ്റം വരുമ്പോഴത്തേക്കും ഈ തുലാക്കൂറിൽപ്പെടുന്നവർക്ക് കർമ്മഗുണം അഭിവൃദ്ധിപ്പെടും. പുതിയ ജോലി കിട്ടും. അന്യനാട്ടിൽ കഴിഞ്ഞവർക്ക് ജന്മനാട്ടിലേക്ക് വരാനും ഇവിടെ ഒരു ജോലി ലഭിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ വിശ്രമ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് സ്വസ്ഥതയുണ്ടാകും. വ്യാപാര വിപണന മേഖലകളിലൊക്കെ നഷ്ടം വരുന്ന
കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിനെ ഒഴിവാക്കിയിട്ട് പുതിയ കാര്യങ്ങൾ കണ്ടെത്തി അതിലേക്ക് ബിസിനസ് കേന്ദ്രീകരിക്കും. സർക്കാർ ജോലിയും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ജോലിഭാരം ഒരല്പം വർദ്ധിക്കുന്നതാണ്. പക്ഷേ സാമ്പത്തികമായിട്ട് അതിനുള്ള നേട്ടം ഉണ്ടാകും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. അതുപോലെ തന്നെ ഈശ്വര ചിന്തയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ലഭിക്കും. പ്രത്യേകിച്ച് വർഷമധ്യത്തിന് ശേഷം, മെയ് മാസത്തിന് ശേഷം അവർക്ക് കൂടുതൽ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. ഇനി നമുക്ക് ചിത്തിര നക്ഷത്രക്കാർ ചെയ്യേണ്ട പൊതുവായിട്ടുള്ള വഴിപാടുകളിലേക്കും പരിഹാര കർമ്മങ്ങളിലേക്കും നോക്കാം. ചിത്തിര നക്ഷത്രക്കാരുടെ നക്ഷത്ര ദശാനാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. എന്ന് പറഞ്ഞാൽ ചൊവ്വാദശയിലാണ് അവർ ജനിക്കുന്നത്. അപ്പോൾ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്കും ഭദ്രകാളി അമ്മയ്ക്കും വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. പിന്നെ അവർക്ക് ബുധദശ, വ്യാഴദശ, ശുക്രദശ ഈ 3 ദശാകാലങ്ങളും അവർക്ക് ഗുണകരമല്ല. അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു ദശാകാലമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. ചൊവ്വാഴ്ച ദിവസവും ചിത്തിര നക്ഷത്രവും ഒത്തുവരുന്ന ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുകയും വിശേഷാൽ പൂജകൾ ചെയ്യുന്നതും ദോഷം മാറാനായിട്ട് നല്ലതാണ്. മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി കെടാവിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുക. കന്നിക്കൂറിൽപ്പെടുന്ന ചിത്തിര 1, 2 പാദക്കാർ എന്ന് പറഞ്ഞാൽ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയിൽ ജനിച്ചവർ ബുധപ്രീതി വരുത്തുന്നത് ഗുണകരമാണ്. വിദ്യാർത്ഥികളാണെങ്കിൽ പ്രത്യേകിച്ചും നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ബുധനും വഴിപാട് കൊടുക്കണം, ശ്രീകൃഷ്ണനും വഴിപാട് കൊടുക്കണം. നവഗ്രഹ ക്ഷേത്രത്തിൽ ബുധന് നെയ്വിളക്ക് തെളിയിക്കുക, ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല സമർപ്പിക്കുക. ഇത് ചെയ്യുന്നത് വിദ്യാപുരോഗതിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഈ സാഹിത്യം, കല ഇതൊക്കെ ചെയ്യുന്നവർക്കും ഈ വഴിപാട് നല്ലതാണ്. ചിത്തിര 3, 4 പദക്കാർക്ക്, അതായത് ചിത്തിരയുടെ 2ാമത്തെ പകുതിയിൽപ്പെടുന്നവർക്ക് ശുക്രപ്രീതി വരുത്തുന്നതാണ് കൂടുതൽ ഗുണകരം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രന് വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക. മഹാലക്ഷ്മിക്ക് വെളുത്ത പട്ട് സമർപ്പിക്കുക, എന്നിട്ട് അർച്ചന സമർപ്പിക്കുക. ഇത് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ശുക്രന് യക്ഷിയമ്മയുമായിട്ട് ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബപരമായിട്ട് യക്ഷിയമ്മയെ പൂജിക്കുന്ന ആളുകളാണെങ്കിൽ യക്ഷി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട്, അല്ലെങ്കിൽ യക്ഷി സങ്കല്പത്തിൽ തറ കെട്ടിയിരിക്കുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ഒരു പ്രത്യേക വഴിപാടുണ്ട്. അത് ഞാനിപ്പോൾ ഇതിനകത്തോട് വിശദീകരിക്കുന്നില്ല. ആ വഴിപാട് അവിടെ ചെയ്യിക്കുക. ഓരോ യക്ഷി പ്രതിഷ്ഠയ്ക്കും ഓരോ സങ്കല്പമാണ് ഉള്ളത്. 1008 യക്ഷി സങ്കല്പങ്ങളുണ്ടല്ലോ. അതിലേത് സങ്കല്പമാണ് അവിടെ ഉള്ളത് എന്ന് വെച്ചാൽ അവിടെ ഈ കരിക്കും മറ്റ് പൂജാ സാധനങ്ങളൊക്കെ നിവേദിക്കുക. അപ്പോൾ അവിടുത്തെ പൂജാരീതി അനുസരിച്ച് അതിൽ പങ്കെടുക്കുക, പ്രസാദം വാങ്ങിക്കുക. അപ്പോൾ ആ വഴിപാടുകൂടെ ചെയ്താൽ കുടുംബ ശ്രേയസ്സിനത് വളരെ ഗുണകരമാണ്. അപ്പോൾ നമുക്ക് സാമ്പത്തികം മാത്രം പോരല്ലോ, നമ്മുടെ അനന്തര തലമുറയ്ക്കും നമ്മുടെ കുടുംബത്തിനാകെയും ഒരു ഉയർച്ച വന്നാലല്ലേ നമുക്ക് സമൂഹത്തിൽ ആ വില നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ യക്ഷിക്ക് വഴിപാട് ചെയ്യുന്നത് അതിന് വളരെ ഗുണകരമാണ്. യക്ഷി എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ഒരു ഭീകര സ്വത്വം എന്നുള്ള സങ്കല്പമായിരിക്കും, രക്തമൊക്കെ ഊറ്റി കുടിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ യക്ഷി സങ്കല്പത്തിൽ കുടുംബത്തിന് തുണയായിട്ട് നിൽക്കുന്ന, അല്ലെ കാവലായിട്ട് നിൽക്കുന്ന ഒരു സങ്കല്പം കൂടെ നമുക്കുണ്ട് ദേവത സങ്കല്പത്തിൽ. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. അങ്ങനെയുള്ളവർ, കുടുംബപരമായിട്ട് യക്ഷി പ്രതിഷ്ഠയുള്ളവർ ഈ വഴിപാടുകൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ചിത്തിര നക്ഷത്രക്കാരെ പറ്റി ചുരുക്കത്തിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പതിവ് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതോടുകൂടി ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ആ സമയത്ത് തന്നെ കിട്ടുന്നതാണ്. ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ. കാര്യവിജയവും സാമ്പത്തിക മെച്ചവും വ്യാപാരത്തിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കൊക്കെ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.